Dear students, welcome to the supporting class of physics, 9th physics. Okay, we have already studied about the momentum and change of momentum and rate of change of momentum. And we have concluded that there is an important equation, that is second law of motion. We have concluded, that is rate of change of momentum of a moving body is directly proportional to the force acting on it. And after that, we have studied the unit of force, that is Newton, and the definition of the Newton. Today, we have discussed about the most important subject, that is impulse. What is impulse? Impulse is the very large force acting for a very short time. വളരെ ഷോർട്ട് ടൈമിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, വെരി ലാർജ് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിറ്റിംഗ് ഓഫ് ദി ക്രിക്കറ്റ് ബോൾ, ഹിറ്റിംഗ് ഓഫ് ഫുട്ബോൾ, ഓക്കെ, ഇതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ഇമ്പൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഇസ് എൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഇമ്പൾസ്. അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കല്ലേ? ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഓഫ് ഫൈൻഡ് ഔട്ട് ദി ഇമ്പൾസ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, impulse is the very large force acting on acting for a very short time. That is, the equation of impulse is F into T, force into time. അല്ലേ, force into time. That is, നമുക്കറിയാം ഫോഴ്സിന് ന്യൂട്ടൺ ആണ്, ടിക്ക് സെക്കൻഡ് ആണ്. സോ ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. ശരി, ഓക്കെ. ദെൻ ഇമ്പൾസിന് വേറെ മറ്റൊരു ഇതിലേക്ക് കിടക്കാം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എഫിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഫോഴ്സ്. ഇനി ഇൻറ്റു ഈ ടിയും കൂടി ഇടുന്നുണ്ട്, ടി. ഓക്കെ, ടിയും ക്യാൻസൽ ചെയ്ത് വരും. അപ്പോൾ എം ഇൻറ്റു വി മൈനസ് യു. That is, impulse is equal to mv minus mu. That is, the impulse is same as change of momentum. ആണല്ലോ, change of momentum. Impulse is change of momentum. So it is called impulse momentum പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഇൻറ്റു ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം വി. ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരസംഖ്യയാണെന്ന് അർത്ഥം. അപ്പോൾ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഓർ എഫ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അല്ലേ, സ്ഥിരസംഖ്യയാണല്ലോ, കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, ഈ ടി നമുക്ക് താഴേക്ക് കൊണ്ടുപോവുക, ടി, അല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൊടുക്കാം, എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/t എന്ന് കൊടുക്കാം. കാരണം എഫ് ഈസ് ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ബൈ ടി. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഇൻവേഴ്സ്ലി, വിപരീത അനുപാതം എന്ന് പറയും. എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ടൈം, അല്ലേ. ദാറ്റ് ഈസ് വെൻ ഫോഴ്സ് increases, time decreases. ടൈം കുറവാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. വെൻ ടൈം increases, ഫോഴ്സ് decreases. ദാറ്റ് ഈസ് എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ടൈം. അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നോക്കൂ, ശരിയാണോ നോക്കൂ. ഇതാ, when the time duration for applying the force increases, the magnitude of force decreases. അതാണ് നമ്മൾ പറഞ്ഞത്.
If the change of if the change of momentum remains constant, the force experienced by a body is inversely proportional to the time taken. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇതാ impulse is mv minus mu, that is f into t is equal to constant, or f is equal to a constant divided by t. സംശയമില്ലല്ലോ? or f is proportional to 1 by t, that is the rate of change of momentum or force is inversely proportional to time. When force increases, time decreases. When force decreases, time increases. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കല്ലേ? അപ്പോൾ എല്ലാവരും അത് കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, when the time duration for applying the force increases, applying the force time duration നമ്മൾ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ടൈം ഡ്യൂറേഷൻ കുറവാണ് എടുക്കുന്നതെങ്കിൽ, കൂടുതലാണ് എടുക്കുന്നതെങ്കിലോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ബോഡീസ് എന്താണ്, അത് ഡിക്രീസ് ചെയ്യും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നോക്കല്ലേ? ഉദാഹരണത്തിന് നോക്കിക്കോളൂ. ഒരു 2 കിലോഗ്രാം മാസുള്ള ബോഡി, എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം മൂവിങ് വിത്ത് 10 meter per second brought to rest for a time duration of 1 second. ഒരു സെക്കൻഡിനുള്ളിൽ അതിനെ റെസ്റ്റിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലേ, ഒരു സെക്കൻഡിനുള്ളിൽ നമ്മൾ നിർത്തുകയാണ്. വാട്ട് വിൽ ബി ദി ഫോഴ്സ് എക്സെപ്റ്റഡ് ഓർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി? റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ മൈനസ് വരും, അല്ലേ. ഇനി 1 സെക്കൻഡിന് ടൈം ഡ്യൂറേഷൻ 1 സെക്കൻഡിനുള്ളിൽ നിർത്തുകയാണ്. ഇനി ടൈം ഡ്യൂറേഷൻ 2 സെക്കൻഡിനുള്ളിൽ നിർത്തിയാൽ എന്തായിരിക്കും ഫോഴ്സ്? ടൈം ഡ്യൂറേഷൻ 5 സെക്കൻഡിനുള്ളിൽ നിർത്തിയാൽ എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ കാര്യമാണ്, അല്ലേ. നമുക്ക് നോക്കാം. വി നോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു m into v minus u divided by t. ശരിയല്ലേ? ഓർ എഫ് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം നമുക്കറിയാം 2 കിലോഗ്രാമാണ്. 2 ഇൻറ്റു വിക്ക് പകരം 0 കൊടുക്കാം. ബിക്കോസ് when it is brought to rest, the final velocity will be 0. മൈനസ് യുവിന് പകരം നമുക്കറിയാം 10 divided by t. സംശയമില്ലല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 0 എന്ന് പറഞ്ഞാൽ 0. 2 into -10 -20 divided by ടിക്ക് പകരം നമ്മൾ 1 സെക്കൻഡ് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -20 ന്യൂട്ടൺ. അത് 1 സെക്കൻഡ് ഡ്യൂറേഷൻ കൊടുത്തപ്പോൾ -20 ന്യൂട്ടൺ എടുത്തിട്ടാണ് അതിനെ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമ്മൾ 2 സെക്കൻഡ് ഡ്യൂറേഷൻ എടുത്തപ്പോൾ എന്താ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടിക്ക് പകരം എന്ത് കൊടുത്താൽ മതി? ഇവിടെ 2 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -20 divided by 2, that is -10 ന്യൂട്ടൺ. കുറയുക ചെയ്ത് കണ്ടോ? ഇനി ടി ഡ്യൂറേഷൻ നമ്മൾ ഒന്നുകൂടി കൂട്ടി 5 സെക്കൻഡ് ആക്കി. അപ്പോൾ ദാറ്റ് ഈസ് -20 divided by 5, that is -4 ന്യൂട്ടൺ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? when time duration decreases, the force increases. മനസ്സിലായോ? അതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഉദാഹരണത്തിലേക്കൊന്ന് കടന്നു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. ഇതൊന്ന് നോക്കെല്ലാവരും നോക്കൂ. നമ്മളിത് ഇങ്ങനെ പിടിക്കുന്നതാണോ, ടൈം ഡ്യൂറേഷൻ കൂട്ടിയിട്ട് കൈ ബാക്കിലോട്ട് ബാക്ക്വേഡ് ടു കളക്ട് ദി ബോൾ, എങ്ങനെയാണ് കൂടുതൽ നല്ലത്? രണ്ടാമത്തെയാണ്. കുറച്ച് ടൈം ഡ്യൂറേഷൻ കൂട്ടിയിട്ട് നമ്മൾ ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മൾ ബോളിനെ പിടിക്കുന്നത്, അല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. നേരിട്ട് നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കൂടും.
ഇതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ ഇമ്പൾസ് എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇമ്പൾസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇമ്പൾസ് കാണുന്നതിനുള്ള ഇക്വേഷൻ F×T, അതുപോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു ടൈം, അതുപോലെ തന്നെ ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കുക. താങ്ക് യു വെരി മച്ച്.